അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പൊതുവേ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതേപടി തന്നെ പഠിച്ച് വയ്ക്കുക. കാണാപ്പാടമല്ല, മനസ്സിലാക്കി പഠിക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് യൂണിറ്റ് ടെസ്റ്റിനാവട്ടെ, നിങ്ങളുടെ ഓണ പരീക്ഷയ്ക്കാവട്ടെ, ഫൈനൽ എക്സാമിന് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ. അപ്പോൾ നോക്കിയോളൂ. ഒന്നാമത്തത് റിലയബിലിറ്റി ആണ്. റിലയബിലിറ്റി എന്താണ്? റിലയബിലിറ്റി എന്ന് വെച്ചാൽ ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്, വെരിഫയബിൾ. അപ്പോൾ എന്താണ്? നമുക്ക് എറേഴ്സ് മാറ്റാനും അതുപോലെ തെറ്റുകളും കാര്യങ്ങളൊക്കെ തിരുത്താനൊക്കെ സഹായിക്കും നമ്മുടെ ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അല്ലേ? നമുക്ക് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് വെരിഫൈ ചെയ്യാനും അതിനെ നമുക്ക് എന്താണ് തിരുത്താനും ഒക്കെ എന്താണ് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അതൊരു സ്വഭാവമാണ്. റെലവൻസ്, യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അവൈലബിൾ ഇൻ ടൈം. നമുക്ക് എന്താണ് കറക്റ്റായിട്ടുള്ള സമയത്തിന് അത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലേ? എന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനം നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണെന്ന് വിചാരിച്ചോളൂ. അവിടെ നമുക്ക് കറക്റ്റായുള്ള ഓരോ സമയത്തിനും ഇൻഫർമേഷൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു പ്രൊഡക്ഷൻ കമ്പനി നടത്തുന്ന ആളാണ്. എത്രത്തോളം മെറ്റീരിയൽ എനിക്ക് വേണം, ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്തേക്കാൾ ഞാൻ എത്രത്തോളം മെറ്റീരിയൽസ് ഇപ്പോൾ എടുക്കണം എന്നൊക്കെ എൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കൂടെ വെരിഫൈ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് അതുപോലെ എന്താണ് കറക്റ്റ് സമയത്തിനൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്ത അണ്ടർസ്റ്റാൻഡബിലിറ്റി, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബൈ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കാണുമ്പോൾ തന്നെ എന്താണ് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു പൊസിഷൻ ഇപ്പോൾ എന്താണ്, ഒരു സ്റ്റേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കമ്പയർ വിത്ത് അതർ ഫേംസ് ഇൻ പീരിയഡ്, ഫോമാറ്റ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എക്സെട്ര. ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഏത് ബിസിനസ്സാണ് ഇപ്പോൾ നല്ല നിലയിൽ നിൽക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ഒരു പീരിയഡ് ഓഫ് ഫേം വരുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനും അത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാനും പറ്റും. ഇതാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വരുന്നത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റിലയബിലിറ്റി ഉണ്ട്, റെലവൻസ് ആണ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ട്, കമ്പാരബിലിറ്റി ഉണ്ട്. നമുക്ക് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് എറേഴ്സും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കും. എല്ലാ യൂസേഴ്സിനും ഈസിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫേമിനെ മറ്റൊരു ഫേമുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും. നോക്കിയുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെയിൻറ്റെയിൻ ചെയ്ത റെക്കോർഡ് കീപ്പ് ചെയ്യാൻ പറ്റും. ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ പീരീഡ്. ഒരു വർഷം നമുക്ക് എന്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടിയെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. നമുക്ക് അസറ്റും ലയബിലിറ്റിയൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിൻ്റെ പൊസിഷൻ എന്താണ്, നമ്മളിപ്പോൾ നഷ്ടത്തിലേക്ക് പോകാണോ, നമുക്ക് എന്തെങ്കിലും അസറ്റ് ഉണ്ടോ, നമുക്ക് ലയബിലിറ്റി ആണോ കൂടുതൽ, ഇത് രണ്ടും ഇപ്പോൾ കറക്റ്റ് പൊസിഷനിലാണോ നിൽക്കുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസർട്ടൈൻ ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഇൻ ദ ഫോം ഓഫ് റിപ്പോർട്ട്സ്, സ്റ്റേറ്റ്മെൻറ്റ്, ഗ്രാഫ്, ചാർട്ട് എക്സെട്ര. അപ്പോൾ എന്താണ് അതുപോലെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആർക്ക് കൊടുക്കാൻ പറ്റും, ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രൂപത്തിലാണ് റിപ്പോർട്ട്സ് ആയിട്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട്, ഗ്രാഫായിട്ട്, ചാർട്ടായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന യൂസേഴ്സ്, അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻസ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ രൂപത്തിലാണ് റിപ്പോർട്ടായിട്ട്, സ്റ്റേറ്റ്മെൻറ്റായിട്ട്, ഗ്രാഫായിട്ട്, ചാർട്ടായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മളിത് തയ്യാറാക്കുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാനായിട്ട് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്. അടുത്തത് അക്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്, കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ബിസിനസ്സിന് അസറ്റ് ഉണ്ടോ ലയബിലിറ്റി ഉണ്ടോ, അത് എത്രയാണ്, നമ്മൾ ലയബിലിറ്റി കൂടി നിൽക്കുകയാണോ, ഇത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന യൂസേഴ്സിന് എന്താണ് നമ്മുടെ ബിസിനസ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്.
അടുത്ത നോക്കിയോളൂ, അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓൺ പ്രോഫിറ്റ് ഓർ ലോസ്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ്, നമ്മുടെ എന്താണ് എക്കണോമിക് ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു അക്കൗണ്ടിങ് കൊണ്ടുള്ള ഉദ്ദേശം ഇല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ് അല്ലേ അത്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളൊരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ, ഒരു എക്കണോമിക് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഹെൽപ്പ് ഇൻ അസർട്ടൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ കൂടി നിൽക്കുന്നത്, രണ്ടും ഈക്വൽ സ്റ്റേജിലാണോ, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഫിനാൻഷ്യൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ആ ഒരു പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. എനേബിൾ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ഡേറ്റ, നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ, ഒരു ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ നേച്ചറും പ്രിൻസിപ്പിൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സഹായിക്കും. ആക്ട് ആസ് എൻ ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഫർമേഷൻ ആണല്ലേ, അതൊരു ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുകയാണ്. മറ്റുള്ളവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതൊരു ഇൻഫർമേഷനാണ്. അതൊരു ഇൻഫർമേഷൻ സിസ്റ്റമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബെനഫിഷ്യൽ ടു ഡിഫറെൻറ്റ് യൂസേഴ്സ്, നമുക്കറിയാം അക്കൗണ്ടിങ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിന് മാത്രമാണ് ഉപയോഗമുള്ളത് അല്ല, ഒരുപാട് എന്താണ് യൂസേഴ്സിന് ഇതെന്താണ് യൂസ്ഫുൾ ആണ്. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള യൂസേഴ്സിന്, നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്താണ് ഇത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു 5 പോയിന്റ് പഠിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ എഴുതാൻ പഠിച്ചു വെച്ചേക്കാന്ന് വെച്ചാൽ ഒരു 2 വരി എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ് ചോദിച്ചാൽ 5 പോയിന്റ് ആദ്യം എഴുതുക, എന്നിട്ട് ഓരോ പോയിന്റ് എഴുതിയിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓൺ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ നമുക്ക് അതിൽ എന്തെന്ന് എഴുതാം? നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ലോസ് അസർട്ടൈൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ബിസിനസ്സിന് ഒരു പീരീഡിൽ പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ, എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് മനസ്സിലാക്കുക എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത അസർട്ടൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ, ലയബിലിറ്റി എത്രയുണ്ട് അസറ്റ് എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പോയിന്റ് എടുത്ത് വെച്ചിട്ട് ഒരു 2 വരി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അത് നിങ്ങൾ ഈ പോയിന്റ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം കത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഓൺ വേർഡ്സിൽ എഴുതാനായിട്ട് പറ്റും. അടുത്ത് നോക്കിയോളൂ, അടുത്തത് ലിമിറ്റേഷൻസ് ആണല്ലേ. ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡിസഡ്വാൻറ്റേജും കാണും. അപ്പോൾ നോക്കിയോളൂ, ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് കൊണ്ടുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റെക്കോർഡ്സ് ഓൺലി ട്രാൻസാക്ഷൻ മെഷറബിൾ ഇൻ മണി, ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആർ നോട്ട് കൺസിഡേർഡ്. നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് മണി ട്രാൻസാക്ഷൻസ് മാത്രമാണല്ലേ. പൈസ പോകുന്നുണ്ടോ, പൈസ വരുന്നുണ്ടോ, പൈസ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ക്വാളിറ്റേറ്റീവായുള്ള ആസ്പെക്റ്റ്, മണി അല്ലാത്ത ഇല്ലെങ്കിൽ എന്താണ് പൈസ റിലേറ്റ് ചെയ്തിട്ടല്ലാത്ത ആസ്പെക്റ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അതൊരു നെഗറ്റീവാണ്, അതൊരു ലിമിറ്റേഷനാണ്. നമുക്ക് പൈസ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പൈസ വന്നിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യും, പൈസ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. പൈസ കിട്ടാനുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യും, പൈസ കൊടുക്കാനുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ പോസ്റ്റ്മോർട്ടം സർവേ ബേസ്ഡ് ഓൺ പാസ്റ്റ് ഈവൻറ്റ്സ്, ഡസ് നോട്ട് പ്രെഡിക്റ്റ് ഫ്യൂച്ചർ. ഇതെന്താണ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഇത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ഫർണിച്ചർ വാങ്ങിച്ചു എങ്കിൽ അതെന്താണ്, അത് കഴിഞ്ഞു പോയല്ലേ. അപ്പോൾ ആ കഴിഞ്ഞു പോയ കാര്യമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ഫ്യൂച്ചറിന് എന്ത് ചെയ്യുന്നില്ല, പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം സർവേ എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കഴിഞ്ഞു പോയത്. ഇപ്പോൾ നമ്മൾ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറയുന്നില്ലേ, മരിച്ച ആളുടെ ഇതാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കഴിഞ്ഞു എന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എന്താണ് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നത്. എങ്ങനെയാണ്, പോസ്റ്റ്മോർട്ടം സർവേയിലൂടെയാണ് നമ്മൾ റെക്കോർഡിങ്ങും കാര്യങ്ങൾ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ പാസ്റ്റ് ഈവൻറ്റ്, കഴിഞ്ഞുപോയ ഈവൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അതൊരു ലിമിറ്റേഷനാണ്. എഫക്ട്സ് ഓൺ പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ നോട്ട് കൺസിഡേർഡ്, ആക്ച്വൽ കോസ്റ്റ് മേ നോട്ട് റിഫ്ലക്റ്റ് റിയൽ വാല്യൂ. നമ്മളിവിടെ എന്താണ്, പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ നോട്ട് കൺസിഡേർഡ്, പ്രൈസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊന്നും നമ്മളിവിടെ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ആക്ച്വലായിട്ട് എന്താണോ വാല്യൂ വരുന്നത്
അതാണ് നമ്മളവിടെ ആക്ച്വൽ കോസ്റ്റ് മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. അത് റിയൽ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ എന്താണ് പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇതൊക്കെ എന്താണ് ലിമിറ്റേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് പഠിച്ചു. അഡ്വാൻറ്റേജ് 5 ഉണ്ട്, 3 ഉള്ളൂ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. മിനിമം 3 നമ്മൾ പഠിച്ച് വെക്കുക. അതിനുള്ളത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. എന്തായാലും ലിമിറ്റേഷൻസ് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്തത് അക്കൗണ്ടിങ് ടേംസ് ആണ് കേട്ടോ. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പഠിക്കേണ്ടത്. ഇനി നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് അക്കൗണ്ടിങ് ടേംസും കാര്യങ്ങളും ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കി വേണം പഠിച്ച് വെക്കാനായിട്ട്. ഇതുപോലത്തെ ടേംസ് നമ്മൾ എന്താണ് ഇനി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ +1 +2 ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ BCom അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് സ്ട്രീം എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ടേമിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാര്യം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഓരോ ടേംസും പഠിക്കാനായിട്ട്. എങ്കിലേ നമുക്കത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ടേം എന്താണ്, ബിസിനസ് എൻറ്റിറ്റി. ആദ്യം എൻറ്റിറ്റിയാണ്. എന്താണ് എൻറ്റിറ്റി? എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. എന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ എന്താണ്, ഒരു റിയലി എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതൊരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എന്തെയാണ് കൺസിഡർ ചെയ്യുകയാണ്. അതൊരു ബിസിനസ് ആവട്ടെ ഇല്ലെങ്കിൽ എന്തൊരു ഫേം ആവട്ടെ, നമ്മൾ അതിന് എന്തുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ബിസിനസ് എൻറ്റിറ്റി എന്താണ്, എ സ്പെസിഫിക്കലി ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻ്റർപ്രൈസസ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിനെ സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് സ്പെസിഫിക്കലി എടുത്തു പറഞ്ഞെന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ട്രാൻസാക്ഷൻസ്? ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് സംതിങ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ 2 or more എൻറ്റിറ്റീസ്. 2 വ്യക്തികളോ 2 ബിസിനസ് സ്ഥാപനങ്ങളോ തമ്മിൽ എന്തെങ്കിലും ഒരു വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ അതിനെന്തെന്ന് പറയാം, ട്രാൻസാക്ഷൻസ് എന്ന് പറയാം അല്ലേ. ഒരു വാല്യൂ ഉള്ള ഒരു സാധനത്തിന് ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലോ ഒരു ഇൻഡിവിജ്വൽസ് തമ്മിലോ കൈമാറിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, അത് ഒരു ട്രാൻസാക്ഷനാണ്. ഞാനൊരു ഫർണിച്ചർ വാങ്ങിച്ചു, അതൊരു ട്രാൻസാക്ഷൻ അല്ലേ. ഞാൻ ഒരാൾക്ക് പൈസ കൊടുത്തു, കടമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു, അതൊരു ട്രാൻസാക്ഷൻ അല്ലേ. നമ്മൾ സാധനം എന്താണ്, വാല്യൂബിൾ ആയിട്ടുള്ളൊരു സാധനമല്ലേ കൊടുത്തത്. പൈസ എന്ന് പറയുന്നത് ഒരു വാല്യൂബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അത് ഞാൻ കടത്തിന് കൊടുക്കുകയാണെങ്കിൽ അതും എന്താണ്, ഒരു ട്രാൻസാക്ഷനാണ്. അങ്ങനെ വാല്യൂ ഉള്ള എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ഒരാൾക്ക് കൈമാറി കഴിഞ്ഞാൽ അതെന്താണ്, ട്രാൻസാക്ഷനാണ്. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, any business dealings or event which has a value measurable in terms of money and involve transfer of money or money's worth between business or others. ഇവിടെ എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ, ബിസിനസ് മറ്റുള്ള ആളുകൾക്കോ വേറൊരു ബിസിനസ്സിനോ ഇല്ലെങ്കിൽ എന്താണ് ഈ വേറൊരു ആളുകൾ ബിസിനസ്സിലേക്കോ മറ്റ് ബിസിനസ് നമ്മുടെ ബിസിനസ്സിലേക്കോ എന്താണ് മണി വാല്യൂ ഉള്ള എന്തെങ്കിലും സാധനം തരികയോ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ട്രാൻസാക്ഷനാണ്. അതിനെ നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനാണ് അല്ലേ. ബിസിനസ് ഒരാൾക്ക് പൈസ കൊടുത്തു കടത്തിന്, അതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. ബിസിനസ്സിന് ഒരാൾ പൈസ ലോണായിട്ട് തന്നു, അതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. അതുപോലെ എന്താണ്, നമ്മൾ ഒരാൾക്ക് ഫർണിച്ചറോ ഇല്ലെങ്കിൽ മറ്റ് മെഷീനറിയോ കാര്യങ്ങളോ കൊടുത്തു, അതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ നമുക്ക് എന്തെന്ന് പറയാം, ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അടുത്ത ഡെപ്റ്റർ ആണ്. ആരാണ് ഡെപ്റ്റർ? എ പേഴ്സൺ ഹൂ ഓവ്സ് മണി ടു ദി ബിസിനസ്. നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവരെ നമ്മൾ എന്താണെന്ന് പറയും, ഡെപ്റ്റർ എന്ന് പറയും. നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് എന്താണ് പൈസ തരാനുള്ള ആളുകൾ. നമ്മൾ ആർക്കെങ്കിലും ഒരു കടം കൊടുത്ത് കാണും, എപ്പോഴെങ്കിലും 10 ലക്ഷം രൂപ വല്ലത് ലോൺ കൊടുത്ത് കാണും. ആ ആൾ നമുക്ക് തിരിച്ചു തരണ്ടേ? ആ ആൾ തിരിച്ചു തരുമ്പോൾ ആ തിരിച്ചു തരേണ്ട ആളെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ഡെപ്റ്റർ എന്നാണ് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആളുകളെ നമ്മൾ എന്തെന്ന് പറയും, ഡെപ്റ്റർ എന്ന് പറയും. അടുത്തത് ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ ആരാണ്? നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളവർ. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി പൈസ, നമ്മളത് അവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ അവരാരാണ്? നമുക്ക് ക്രെഡിറ്ററാണ്. ഇപ്പോൾ കടം വാങ്ങുക മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ കടം വാങ്ങാറില്ലേ, അതും ഒരു ക്രെഡിറ്റ് തന്നെയാണ് അല്ലേ. നമ്മൾ ആരുടെങ്കിലും കയ്യിലും ഇപ്പോൾ എന്താണ് ഒരു സ്റ്റേഷനറി ഐറ്റം വാങ്ങിച്ചു, കടത്തിനാണ് വാങ്ങിയത്, അതും എന്താണ് ക്രെഡിറ്ററാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ കടത്തിന് സാധനം വാങ്ങിച്ചു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ടേബിൾ വാങ്ങിയെന്ന് വിചാരിക്കുക, കടത്തിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്, അത് ഒരു
ഡെപ്റ്ററാണ്. നമുക്ക് അവർ പൈസ തരണമല്ലോ, എപ്പോഴാണെങ്കിലും അവർ നമുക്ക് എന്ത് ചെയ്യണം, പൈസ തരണം. അപ്പോൾ ഡെപ്റ്റർ ക്രെഡിറ്റർ എന്ന ടേം നിങ്ങൾ മറക്കരുത്. ഡെപ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവരെ നമുക്ക് ഡെപ്റ്റർ എന്ന് പറയാം. നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതെന്താണ്, ക്രെഡിറ്ററാണ്. ബിൽസ് റിസീവബിൾ, എ ബിൽ അക്സെപ്റ്റഡ് ബൈ ദ ഡെപ്റ്റർ അണ്ടർടേക്കിംഗ് ടു പേ ഫോർ ദ വാല്യൂ ഓൺഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് അക്സെപ്റ്റഡ് ബൈ ദ ഡെപ്റ്റർ, നമ്മളൊരു ബില്ല് തയ്യാറാക്കി, നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ ഒരു സാധനം വാങ്ങിയെന്ന് വിചാരിക്കുക. ആ സാധനത്തിന് നമ്മളൊരു ബില്ല് തയ്യാറാക്കണം. ആ ആൾ പറഞ്ഞു പിന്നെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബില്ല് തയ്യാറാക്കി, ഇന്ന ആൾ ഇന്ന ദിവസം നമുക്ക് ആ പൈസ തരും എന്ന് നമ്മൾ ബില്ല് തയ്യാറാക്കി ആർക്ക് കൊടുത്തു, ഡെപ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തു. ഡെപ്റ്റർ അത് സൈൻ ചെയ്തിട്ട് നമുക്ക് പേ ചെയ്യാം എന്നുള്ളൊരു അഷ്വറൻസ് തന്നിട്ട് ആ ബില്ല് തിരിച്ചു തരുമ്പോൾ നമ്മൾ അതെന്താണ്, ബിൽസ് റിസീവബിൾ എന്ന് പറയും. ഒന്നുകൂടെ പറയാം, ആ ടേം ഓർത്ത് വയ്ക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു, ഒരു സാധനം വാങ്ങി, 10 ലക്ഷം രൂപയുടെ ഒരു സാധനമാണെന്ന് കരുതുക. ആൾ പറഞ്ഞു അത് പിന്നെ തരാം, 5-ാം തീയതി തരാമെന്ന് പറഞ്ഞേക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു ബില്ല് തയ്യാറാക്കുക. നമ്മൾ നോർമൽ ബില്ലില്ലേ, അതുപോലത്തെ ഒരു ബില്ല് തയ്യാറാക്കി എഴുതും. ഇന്ന ആൾ ഇന്ന ദിവസം 5-ാം തീയതി എനിക്ക് പൈസ തരുമെന്ന് വാക്ക് തന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ബില്ല് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ആളുടെ കൊടുക്കും. നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ സാധനം വാങ്ങിച്ചിട്ട് പൈസ തരാനുണ്ടെങ്കിൽ ആളുടെ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റർ അല്ലേ. ആ ഡെപ്റ്ററിന് നമ്മൾ എന്ത് ചെയ്യും, ആ ബില്ല് കൊടുക്കും. ആ ഡെപ്റ്റർ അത് സൈൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് തരുമ്പോൾ നമ്മളത് റിസീവ് ചെയ്യുകയാണ് അല്ലേ. അത് ബിൽസ് റിസീവബിൾ ആണ്. നമുക്ക് അങ്ങേര് പൈസ എപ്പോഴാണെങ്കിലും തരും എന്നുള്ളൊരു അഷ്വറൻസിൻ്റെ ഒരു പേപ്പറാണ് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. ബിൽസ് പേയബിൾ എന്ന് വെച്ചാൽ എന്താണ്, എ ബിൽ മെയ്ഡ് ബൈ ദ ബിസിനസ് അണ്ടർടേക്കിംഗ് ടു പേ ദ വാല്യൂ ഓൺഡ് ബൈ ഹിം എന്ന് വെച്ചാൽ എന്താണ്, എ ബിൽ മെയ്ഡ് ബൈ ദ ബിസിനസ് മെയ്ഡ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ക്രെഡിറ്റർ എന്ത് ചെയ്യും, ഒരു ബില്ല് എഴുതി നമുക്ക് തരും. എന്നിട്ട് നമ്മൾ അതിൽ ഒപ്പിട്ടിട്ട് നമ്മൾ തിരിച്ച് അങ്ങേർക്ക് കൊടുക്കുകയാണ്. ഞാൻ ഈ പൈസ തരാം, ഇന്ന ഡേറ്റിൽ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി ആണല്ലേ, അതൊരു ബാധ്യതയാണ്. ആ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്ന ആ ഒരു ബില്ലാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. റിസീവബിൾ എന്ന് വെച്ചാൽ നമുക്ക് ആൾ തരാനുള്ളതും, പേയബിൾ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതുമാണ്. ഇതും എന്താണ്, നമ്മുടെ ഡെപ്റ്ററും ക്രെഡിറ്ററും പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ടേംസ് മനസ്സിലാക്കുക. അടുത്ത് വരുന്നത് അക്കൗണ്ട് റിസീവബിൾ. എന്താണ് അക്കൗണ്ട് റിസീവബിൾ? സെയിം തന്നെയാണ്, നമുക്ക് പൈസ തരാനുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിന് വാങ്ങിയിട്ട് പോയി നമുക്കത് പിന്നെ തരാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അക്കൗണ്ട് റിസീവബിൾ. ഇതെന്താണ്, അക്കൗണ്ട് റിസീവബിളും ബിൽ റിസീവബിളും ഒന്ന് തന്നെയാണ്. അടുത്ത അക്കൗണ്ട് പേയബിളും ബിൽസ് പേയബിളും ഒന്ന് തന്നെയാണ്. അടുത്തത് അക്കൗണ്ട്, എ സമ്മറി ഓഫ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു വൺ പേഴ്സൺ, തിങ്സ്, എക്സ്പെൻസ് ഓർ ഇൻകം. സമ്മറി ഓഫ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ, നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. എല്ലാ ട്രാൻസാക്ഷനും എന്ത് ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്ത് എഴുതി വെച്ചിട്ടുള്ളത്. റിലേറ്റഡ് ടു വൺ പേഴ്സൺ, വൺ തിങ്, എക്സ്പെൻസ് ഓർ ഇൻകം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വെക്കുകയാണ്, റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു സമ്മറീനെയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് ഡെപ്റ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. നമ്മളൊരു അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങളത് പഠിക്കും. അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് അതിൽ 2 സൈഡുണ്ട്, ഒന്ന് ഡെബിറ്റ് സൈഡും ഒന്ന് ക്രെഡിറ്റ് സൈഡുമാണ്. ലെഫ്റ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്, റൈറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡെപ്റ്റിംഗ് ആൻഡ് ക്രെഡിറ്റിംഗ്. എന്താണ് ഡെപ്റ്റിംഗ്? റെക്കോർഡിംഗ് ഓൺ ഡെപ്റ്റ് സൈഡ് ഈസ് ഡെപ്റ്റിംഗ്. നമ്മൾ ലെഫ്റ്റ് സൈഡാണല്ലോ ഡെപ്റ്റ് എന്ന് പറയുന്നത്, ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ആ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നതിന് ഡെപ്റ്റിംഗ് എന്ന് പറയും. ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രെഡിറ്റിംഗ് എന്ന് പറയും. അടുത്ത എൻട്രി, ദ റെക്കോർഡ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എൻട്രി എന്ന് പറയും. അടുത്ത ഡെബിറ്റ് എൻട്രി ഉണ്ട്, ക്രെഡിറ്റ് എൻട്രി ഉണ്ട്. എൻട്രി ഓൺ ഡെബിറ്റ് സൈഡ് ഈസ് ഡെബിറ്റ് എൻട്രി. ഡെബിറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെബിറ്റ് എൻട്രി എന്ന് പറയും. ക്രെഡിറ്റ് സൈഡാണ് നമ്മളത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് ക്രെഡിറ്റ് എൻട്രി എന്ന് പറയും. അടുത്ത ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്റ്റ്. നമ്മൾ എന്തൊരു ട്രാൻസാക്ഷൻ നടത്തിയാലും അതിന് 2 ആസ്പെക്റ്റ് ഉണ്ടല്ലേ, ഒന്ന് വാങ്ങുന്ന ആസ്പെക്റ്റും ഒന്ന് കൊടുക്കുന്ന ആസ്പെക്റ്റും ഉണ്ട് അല്ലേ. ഈ 2 ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ട്രാൻസാക്ഷനായിട്ട് മാറുള്ളൂ. എന്തൊരു ട്രാൻസാക്ഷൻ നടന്നാലും എന്തൊരു ഈവൻറ്റ് നടന്നാലും അതിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. അതൊന്ന് റിസീവിങ് ആസ്പെക്റ്റ് ആണ്, റിസീവ് ചെയ്താൽ ഡെബിറ്റ് ആണ്. ഗിവ് ചെയ്താൽ വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ആണ്. 2 ആസ്പെക്റ്റ് ഒന്ന് റിസീവിങ്ങും ഒന്ന് ഗിവിങ്ങും ആണ് അല്ലേ. റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെബിറ്റും, ഗിവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രെഡിറ്റുമാണ്. അടുത്ത ആസെറ്റ് എന്താണ്? മെറ്റീരിയൽ തിങ്സ് ഓഫ് പ്രപ്പോർഷൻസ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ബിസിനസ് ഇൻക്ലൂഡിങ് എമൗണ്ട് ഡ്യൂ ടു ഇറ്റ് ഫ്രം അതേഴ്സ്.
നമുക്കെന്താണ് നമ്മുടെ ബിസിനസ്സിനുള്ള മെറ്റീരിയൽ തിങ്സ്, നമ്മുടെ ബിസിനസ്സിൽ സ്വത്തായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അസറ്റാണല്ലേ. നമുക്ക് ബിൽഡിംഗ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, മിഷനറി ഉണ്ട്, അതുപോലെ നമുക്ക് പൈസ തരാനുള്ള ആളുകൾ നമ്മുടെ അസറ്റാണ്. നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയില്ലേ, നമുക്ക് പൈസ തരാനുള്ളവരാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്. അത് നമ്മുടെ അസറ്റാണല്ലേ, അത് അസറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിന് വരുന്ന എല്ലാ സ്വത്ത് വകകളെയും നമുക്ക് എന്തെന്ന് പറയാം, അസറ്റ് എന്ന് പറയാം. അത് നമ്മുടെ അസറ്റാണ് എന്ന് നമുക്ക് പറയാം.